الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അഭിവന്ദരും ആദരണീയരുമായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, രക്ഷാകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ അനുഗ്രഹീതമായ മജ്ലിസിലാണ് നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. പല പണ്ഡിതന്മാരും അവരുടെ അനുഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താണ് എന്നതിനെപ്പറ്റി നമ്മുടെ മുന്നിൽ വിവരിക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും ഇഹലോകത്തും പരലോകത്തും ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങൾ പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല പണ്ഡിതന്മാരും തങ്ങൾ മനസ്സിലാക്കിയ സത്യം പാവപ്പെട്ട സാധാരണക്കാരുടെ മുന്നിൽ തുറന്നു പറയുക, അതിനവർക്ക് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക, അങ്ങനെയുള്ളൊരു വേദിയിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത്. പല പണ്ഡിതന്മാരും അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനാണ് എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ് എന്നെ മുജാഹിദാക്കിയത്. അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ മാർഗത്തെ പറ്റിയുള്ള പഠനമാണ് എന്നെ മുജാഹിദാക്കിയത്. മുൻകഴിഞ്ഞ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ കിതാബുകളും ആ പണ്ഡിതന്മാരുടെ നിലപാടുകളോട് ഏറ്റവും അധികം നീതിയുക്തമായ സമീപനം സ്വീകരിക്കുന്ന വിഭാഗം എവിടെയെന്ന് അന്വേഷിച്ചതിന്റെ പേരിലാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. പല പണ്ഡിതന്മാരും നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മാലപ്പാട്ടുകളിലും മൗലൂദുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശിർക്കും കുഫറും അന്ധവിശ്വാസവും കെട്ടുകഥകളും മനസ്സിലാക്കിയതിന്റെ പേരിലാണ്, ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ പല പണ്ഡിതന്മാരും നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം, എന്നെ മുജാഹിദാക്കിയത് പരിശുദ്ധ ഖുർആനാണ്. എന്നെ മുജാഹിദാക്കിയത് പ്രവാചകന്റെ ചര്യയാണ്. എന്നെ മുജാഹിദാക്കിയത് മാതൃകാ പുരുഷന്മാരായ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് എന്ന് പല പണ്ഡിതന്മാരും നമ്മോട് തുറന്നു പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ചിന്തിക്കുന്ന സമൂഹത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്ന വിഭാഗങ്ങൾക്ക് സത്യവും അസത്യവും ഏതാണ് എന്ന് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരെ ഈ പ്രസ്ഥാനം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേവലം പാരമ്പര്യമായി പകർന്നു കിട്ടിയതിന്റെ പേരിൽ, പൗരോഹിത്യത്തിലൂടെ പകർന്നു കിട്ടിയതിന്റെ പേരിൽ അതെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി അംഗീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഒരു കാര്യം
ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി അംഗീകരിക്കണമെങ്കിൽ അതിന് പരിശുദ്ധ ഖുർആനിന്റെ പിൻബലമുണ്ടാകണം, അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പിൻബലമുണ്ടാകണം എന്നീ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു സമൂഹമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശശികല ടീച്ചറുടെ ഒരു കമന്റ് കേൾക്കാൻ സാധിച്ചു. ശശികല ടീച്ചർ പറയുന്നു, ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾ 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ ശശികല ടീച്ചറോട് പല ആളുകളും ചോദിക്കും, ഇത്രയധികം മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് സഹിക്കുന്നുണ്ടാകുമല്ലോ. ശശികല ടീച്ചർ പറയുന്നു, മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദുക്കളായിട്ടൊന്നും ഏറ്റുമുട്ടാൻ സമയമില്ല. നാഴികയ്ക്ക് 40 വട്ടം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അധിക്ഷേപിക്കുകയും മുസ്ലിമീങ്ങളെ ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്ന ശശികല ടീച്ചറുടെ നാവിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് ഇപ്പോൾ ഹിന്ദുക്കളുമായി ഏറ്റുമുട്ടാൻ സമയവുമില്ല, അവർക്ക് സുന്നി മുജാഹിദ് പറഞ്ഞിട്ട് സമയം തികയുന്നില്ല എന്നാണ് ശശികല ടീച്ചറുടെ അഭിപ്രായം. ബാഹ്യമായി ചിന്തിക്കുമ്പോൾ അതൊരു അപമാനകരമായി നമുക്ക് തോന്നുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം, ശശികല ടീച്ചർ രേഖപ്പെടുത്തിയ അഭിപ്രായം ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണതയാണ്. മുസ്ലിം ഉമ്മത്തിന് മാത്രം അവകാശപ്പെട്ട സമ്പൂർണതയാണ് ശശികല ടീച്ചർ ഈ അഭിപ്രായത്തിലൂടെ പറയാതെ പറഞ്ഞു പോയിട്ടുള്ളത്. എന്താ കാരണം? ഈ ദീനുൽ ഇസ്ലാം സമ്പൂർണമാണ്. ഈ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ സമ്പൂർണമാണ്. ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകനും ആ പ്രവാചകന്റെ അധ്യാപനങ്ങളും സമ്പൂർണമാണ്. 1400 വർഷങ്ങൾക്കിപ്പുറവും ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായ ഒരു നൂതനമായ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ കടത്തിക്കൂട്ടുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പും അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നു. ലോകത്തൊരു മതത്തിനും ഈ അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂല. അവരുടെ പൗരോഹിത്യം, അവരുടെ മുന്നിൽ സമർപ്പിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അതാത് മതത്തിന്റെ അനുയായികൾ മതത്തിന്റെ ഭാഗമായി വച്ചു പുലർത്തുമ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികൾ പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടപ്പെടുന്ന ഏതൊരു നൂതനമായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ആഘോഷവും ചോദ്യം ചെയ്യാൻ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണതയാണ്. ഏതെങ്കിലും മതത്തിന്റെ അനുയായികൾക്ക് കോടാനുകോടി അനുയായികൾ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ മതത്തിന്റെ ശരിയായ ആദർശം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ആദർശങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ മതത്തിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് പ്രമാണയുക്തമായി കൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് അത് സാധിക്കും. ഒരു ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ 10 ദിവസം തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ മനസ്സിലാക്കണം, ആ 10 ദിവസത്തിൽ ഏതാനും ദിവസം ബഹുമാനപ്പെട്ട ഇസ്മായിൽ വഫ സംസാരിച്ചു. ഒരു ദിവസം ഒരു സൈക്കാട്രിസ്റ്റ്, മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന് പരിചയപ്പെടുത്തിയ, മനഃശാസ്ത്ര മേഖലയിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ച വ്യക്തി എന്ന് പരിചയപ്പെടുത്തിയ, ഷൗക്കത്ത് അലി സഖാഫി എന്ന് പരിചയപ്പെടുത്തിയ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വന്നിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. നമ്മൾ ഓർക്കണം, ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം സംസാരിച്ച വിഷയം മനോരോഗങ്ങളും മനോവിഭ്രാന്തിയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചത്. സാധാരണയിൽ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് സുന്നികളായ സഖാഫികളായി പുറത്തിറങ്ങാൻ പോകുന്ന ഞങ്ങൾക്ക് മനോരോഗത്തിന്റെ വിഷയത്തിൽ കരുത്തു നൽകിയത്. അദ്ദേഹം പറയുകയാ, സുന്നികളായ നമുക്കിടയിൽ മനോരോഗികൾ കൂടുതലാണ്, ഭ്രാന്തന്മാരും മനോരോഗികളും സുന്നികൾക്കിടയിൽ കൂടുതലാണ്. നമ്മൾ ഓർക്കണം, ഈ മനോരോഗം എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നത്? നാഗൂറും മേർവാടിയിലും മുത്തുപ്പേട്ടയിലും ഒക്കെ പോയി നോക്കിയാൽ എത്രയോ ആളുകളെ ആ ചങ്ങലക്കിട്ടിരിക്കുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഭ്രാന്തന്മാരായി അതിൽ അലഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്താണ് സുന്നികളായ നമുക്ക് ഇത്രയധികം മനോരോഗികൾ ഉണ്ടാകാൻ കാരണം? ഷൗക്കത്ത് അലി സഖാഫി വിവരിക്കുകയാ,
മനഃശാസ്ത്ര വിദഗ്ധനായ അദ്ദേഹം വിവരിക്കുന്നു. എന്താ കാരണമെന്നറിയുമോ? ചില തെറ്റായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹം ഈ രൂപത്തിൽ മനോരോഗത്തിൽ അകപ്പെട്ടിട്ടുള്ളത്. ജിന്നുകളെയും പിശാചുക്കളെയും പ്രേതങ്ങളെയും സംബന്ധിച്ചുള്ള തെറ്റായ ചില ധാരണകളും വിശ്വാസങ്ങളും ആളുകൾ വച്ചു പുലർത്തുന്നു. അദ്ദേഹം തന്റെ അനുഭവകഥ വിവരിക്കുകയാ. ഒരു മനോരോഗത്തിൽപ്പെട്ട് വിഭ്രാന്തി പൂണ്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, പാതിരാത്രി സമയമായാൽ എൻ്റെ വീടിൻ്റെ ഈ ജനൽ ഭാഗത്തു നിന്ന് വലിയ ശബ്ദം ഇങ്ങ് കേൾക്കാൻ തുടങ്ങും. ഭീകരമായ ആരവം കേൾക്കാൻ തുടങ്ങുന്നു. ഞാൻ പുറത്തു വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ആരാണ് ഈ ഭീകരമായ ശബ്ദമുണ്ടാക്കിയത്? എന്നെ ഭീതിപ്പെടുത്തുന്ന ശബ്ദമാ കേൾക്കുന്നത്. അതിൻ്റെ ശബ്ദവും ഗാംഭീര്യവും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. എനിക്ക് പേടിയാകുന്നു. ഏതോ പ്രേതങ്ങളാണ് എന്നെ ആക്രമിക്കുന്നത്, ഏതോ ജിന്നുകളാണ് എന്നെ ആക്രമിക്കുന്നത്. അദ്ദേഹം ഈ മനഃശാസ്ത്ര വിദഗ്ധനോട് പരാതിപ്പെടുകയാണ്. ഷൗക്കത്ത് അലി സഖാഫി അദ്ദേഹം പറയുന്നു, ഞാൻ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ആ വീട് മൊത്തം ഒന്ന് പരിശോധിച്ചു. നോക്കുമ്പോൾ ഒരു മാവിന്റെ ചില്ല, മൂച്ചിമരം എന്ന് പറയും മലപ്പുറത്ത്, ഒരു മാവിന്റെ മാങ്ങാപ്പഴമുണ്ടാകുന്ന മാവിന്റെ ചില്ല അത് വളഞ്ഞു വന്നിട്ട് ഈ ജനലിൽ തട്ടുകയാണ്. അത് കാറ്റടിക്കുമ്പോൾ ജനലിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇദ്ദേഹം വിശ്വസിച്ചു വച്ചിരിക്കുന്ന ജിന്നുകളെ പറ്റിയിട്ടും പിശാചുക്കളെ പറ്റിയിട്ടും പ്രേതങ്ങളെ പറ്റിയിട്ടും വിശ്വസിച്ച വിശ്വാസങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങും. ആ ശബ്ദം കേൾക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഈ വിശ്വാസവും ഉയർന്നു വരും. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യവും ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പുറത്തു വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. വീണ്ടും അദ്ദേഹം റൂമിനകത്ത് കയറും. റൂം മുഴുവൻ ഭദ്രമായി കുറ്റിയിടും. വീണ്ടും ശബ്ദം കേൾക്കും. വീണ്ടും അദ്ദേഹം പുറത്തു നിന്ന് നോക്കും. ഇത് എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തൻ്റെ ഈ ഉള്ളിലുള്ളതായ വിശ്വാസത്തിന്റെ ഫലമായി ആ ഭീകരമായ ശബ്ദം ഓരോ നിമിഷവും ഭീകരമായി ഇദ്ദേഹത്തിന് തോന്നുകയാ. അദ്ദേഹം ജിന്നു ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇന്ന് എൻ്റെ ചികിത്സ തേടുന്നു എന്നാണ് ഈ അധ്യാപകൻ നമ്മളോട് വിവരിക്കുന്നത്. ജിന്നുകളെ പറ്റിയിട്ടുള്ള ഈ തെറ്റായ വിശ്വാസം, ഭൗതികമായ ചില ഉപദ്രവങ്ങളൊക്കെ ജിന്നുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഈ പുറത്തു നിന്ന് കേൾക്കുന്ന ശബ്ദം ഏതോ ജിന്നുകൾ കല്ലെറിയുന്നതാണെന്നൊക്കെ അയാൾ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ ഈ മാവിൻ്റെ ചില്ല കാറ്റിൽ വന്നിട്ട് ജനലിൽ തട്ടുന്നതായിരുന്നു. സൈക്കാട്രിസ്റ്റ് എന്ത് ചെയ്തു? ആ ചില്ല ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ കയറിയിരുന്നോ, ഇനി ജിന്നു ഉപദ്രവിക്കൂല. ദിവസങ്ങൾ കഴിഞ്ഞു. താങ്കൾ വന്ന് ചികിത്സിച്ചതിന്റെ ഫലമായി അതാ എൻ്റെ വീട്ടിൽ നിന്ന് ജിന്നൊഴിവായി പോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ റൂമിനകത്തിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. ഞാനിപ്പോൾ വലിയ സമാധാനം അനുഭവിക്കുന്നു. ഒരു മാവിന്റെ ചില്ല ജനലിൽ തട്ടിയപ്പോൾ ഇദ്ദേഹം വലിയ മനോരോഗിയായി മാറി. എന്നിട്ട് അദ്ദേഹം പറയാ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കണ്ടു പഠിക്കുക. ഒരൊറ്റ മനോരോഗിയെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റൂല. എന്താ കാരണം? മുജാഹിദുകൾ ജിന്നുകളെയും പിശാചുക്കളെയും പറ്റി ഇങ്ങനെയുള്ളതായ തെറ്റായ വിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്നില്ല. മുജാഹിദുകളിൽ മനോരോഗികളും മനോവിഭ്രാന്തി ബാധിച്ചവരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഖാഫികളായ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയാണ്. ആര്? ഒരു സഖാഫി മനഃശാസ്ത്ര വിദഗ്ധൻ. നമ്മൾ ഓർക്കണം, ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതാ കാണുന്നു ഒരു വിഭാഗം ആളുകൾ ജിന്നുകളെ പറ്റി എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, അദ്ദേഹം കുറെ രസകരമായ കഥകൾ പറയുകയുണ്ടായി. ഒരു പാതിരാത്രി സമയം ഒരു സാധുവായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. കൂരിരുട്ടാണ്. ഇദ്ദേഹം പ്രേതകഥകളും ജിന്നു കഥകളും ഒക്കെ വായിക്കുന്ന മനുഷ്യനാ. അങ്ങനെ അദ്ദേഹം പാതിരാത്രി സമയത്ത് വിജനമായ പ്രദേശത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചുമന്ന വെളിച്ചം അദ്ദേഹത്തിന്റെ നേരെ ഇങ്ങനെ വരികയാണ്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ആ വെളിച്ചം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം വർദ്ധിക്കാൻ തുടങ്ങി. എന്താണ് എന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഈ പ്രകാശം, ഈ ചുവന്ന വെളിച്ചം എന്താണ്? ഏതോ ജിന്നിന്റെ ചുമന്ന കണ്ണുകളാണോ? തീജ്വാല പുറത്തേക്ക് തള്ളി തുപ്പുന്ന കണ്ണുകളാണല്ലോ ഞാൻ കാണുന്നത്. ഈ മനുഷ്യൻ പേടിക്കുകയാണ്. അങ്ങനെ ഭയന്ന് അദ്ദേഹം പതുക്കെ ആ വെളിച്ചത്തിന്റെ അടുത്തിലേക്ക് ചെല്ലുകയാ. അങ്ങനെ നടന്ന് അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ കേരള ദിനേശ് വീടി വലിച്ചു വരുമായിരുന്നു. കേരള ദിനേശ് വീടി വലിച്ചു.
ഇയാളുടെ മനസ്സിലുള്ള ഈ വിശ്വാസം കൊണ്ട് ഒരു ദിനേശ് വീടി വലിച്ചു വരുന്ന ആളെ കണ്ടപ്പോൾ പോലും ഇയാൾ പേടിച്ച് വിറക്കുക. ഇയാൾ മനോരോഗത്തിന് അടിമയാവുക. നമ്മൾ ഓർക്കണം. പിന്നെ വേറൊരു കഥ പറഞ്ഞു. തെറ്റായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്ത് എന്ന അഭിപ്രായപ്പെടുന്ന ആളുകളിൽ ആയിരക്കണക്കിന് മനോരോഗികൾ ഉണ്ടായിട്ടുള്ളത്. നാഗൂറും മുത്തുപ്പേട്ടയിലും ഭീമാപ്പള്ളിയിലുമൊക്കെ ആയിരക്കണക്കിന് പാവങ്ങൾ ഭ്രാന്ത് പിടിച്ച് മനോരോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള തെറ്റായ വിശ്വാസത്തിന്റെ ഫലമായിട്ടുണ്ടായിത്തീർന്നതാ, അല്ലാതെ ജിന്നുകൾ വന്നിട്ട് ഭ്രാന്താക്കിയതൊന്നുമല്ല. നമ്മൾ ഓർക്കണം. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. വളരെ രസകരമായ ഒരു കഥയാണ്. ഒരിക്കൽ അദ്ദേഹം പുഴയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാ. അങ്ങനെ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ പുഴയിൽ നിന്ന് വെള്ളം അനങ്ങുന്ന ജലം അനങ്ങിക്കൊണ്ടിരിക്കുന്ന കളകള ശബ്ദം കേൾക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു ഭീകരമായ ഒരു സത്വം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഭീകരമായ രൂപം, കൂരിട്ട് എന്തൊരു രൂപമാണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ രൂപം കണ്ടപ്പോൾ ഇദ്ദേഹം തൻ്റെ മനസ്സിലുള്ള പ്രേതകഥകളും ജിന്ന് കഥകളും ഒക്കെ ഉയർന്നു വരാൻ തുടങ്ങി. ജിന്നുകൾ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കൂ എന്നൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രേതങ്ങളുടെ ഉപദ്രവങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളുടെ ഉപദ്രവങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രേതകഥകളെല്ലാം ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇതെന്തൊരു ഭീകര രൂപമാ തൻ്റെ മുന്നിൽ കാണുന്നത്. അദ്ദേഹം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് എന്താണെങ്കിലും ഒന്ന് കാണണമല്ലോ, ജിന്നാണെങ്കിലും പിശാചാണെങ്കിലും കാണണമല്ലോ എന്ന ചങ്കൂറ്റത്തോടുകൂടെ ഒരു പ്രകാരം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭീകരമായ രൂപത്തിനടുക്കിലേക്ക് മന്ദം നടന്നു ചെല്ലുകയാ. നടന്നു ചെല്ലുമ്പോൾ ഒരു കാളവണ്ടിക്കാരൻ ഷർട്ട് അലക്കിയിട്ട് വിരിച്ചിട്ടെറിഞ്ഞ ഒരു കാളവണ്ടിക്കാരൻ തൻ്റെ ഷർട്ട് കഴുകിയതിന് ശേഷം കുപ്പായം തൂക്കിയിട്ടതായിരുന്നു. ഈ കുപ്പായം തൂക്കിയിട്ടത് പാതിരാത്രി കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ പഠിച്ചിട്ടുള്ള ജിന്ന് കഥകളും പിശാച് കഥകളും ഒക്കെ ഉയർന്നു വന്നു. ഇങ്ങനെയായി സമൂഹത്തിൽ മനോരോഗികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഭ്രാന്തന്മാരുണ്ടായിട്ടുള്ളത്. നമ്മൾ ഓർക്കണം. ഇന്ന് നാഗൂറും മുത്തുപ്പേട്ടയിലും ഭീമാപ്പള്ളിയിലുമൊക്കെ ആയിരക്കണക്കിന് ഭ്രാന്തന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും സാധാരണ നിലയിൽ ഭ്രാന്ത് പിടിച്ചതല്ല, തലക്കെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ഭ്രാന്തായി പോയതല്ല. ഇങ്ങനെയുള്ള തെറ്റായ കഥകൾ സമൂഹത്തിൽ പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്തയുടെയും സംസ്ഥാനയുടെയും വാക്താക്കൾക്ക് കോടാനുകോടി ഭ്രാന്തന്മാരും മനോരോഗികളും അവരുടെ അനുയായികളിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ജിന്ന് വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സഖാഫികളായ ഞങ്ങൾക്ക് ഇനി മേലിൽ നിങ്ങൾ ജിന്നുകളും പിശാചുക്കളുടെയും കഥ സമൂഹത്തോട് പറയരുത്, അവർ ഭൗതികമായി ഉപദ്രവിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ പറയരുത്, അവർ കേവലം ദുർബോധനം നടത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷൗക്കത്ത് അലി സഖാഫി ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇനി ഏത് പ്രസ്ഥാനത്തെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് ധൈര്യം കൊടുക്കുക? ഏത് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും? ഈ സമൂഹത്തിൽ സമൂഹം അനുഭവിക്കുന്ന മനോരോഗങ്ങൾക്കും വിഭ്രാന്തികൾക്കും ധൈര്യം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി അക്കാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർന്നിരുന്നു. നമ്മൾ ഓർക്കണം, അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ജിന്ന് കഥകളൊക്കെ പ്രചരിപ്പിച്ച് ജിന്നുകളുടെ സഹായതേട്ടവും ഒക്കെ പഠിപ്പിച്ച് സമൂഹത്തെ ഏത് വഴിക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ സമൂഹത്തോട് അബ്ദുൽ ഖാദർ ജീലാനിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും പ്രാർത്ഥിക്കൂലായിരുന്നു. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ ഒരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കി തീർത്തത്? അബ്ദുൽ ഖാദർ ജീലാനിയോട് രക്ഷ തേടുന്ന ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തെ എങ്ങനെ ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ പറ്റി? അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി തെറ്റായ വിശ്വാസം ആദ്യം തന്നെ പഠിപ്പിച്ചു. ബദരീങ്ങളെ പറ്റി തെറ്റായ വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിച്ചു. അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം ചില അസാധാരണമായ കഴിവുള്ളവനാ. വല്ലായിടത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവരാ അബ്ദുൽ ഖാദർ ജീലാനി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പോലും അബ്ദുൽ ഖാദർ ജീലാനിയോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ആ വണ്ണം അല്ലാ പടച്ചവൻ താൻ തന്നെ യാ ഗൗസൽ അഅലം എന്നല്ലാ വിളിച്ചോവർ. ആളുകളുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള അബ്ദുൽ ഖാദർ ജീലാനി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അബ്ദുൽ ഖാദർ ജീലാനി, ഏതൊരു കാര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാകാൻ തക്ക
കഴിവുള്ള അബ്ദുൽ ഖാദർ ജീലാനി ഈ രൂപത്തിൽ തെറ്റായ വിശ്വാസങ്ങൾ പഠിപ്പിച്ചപ്പോൾ, ഈ സമൂഹത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അവർ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവര് മമ്പുറന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓർക്കണം, ജിന്നുകൾ എന്നൊരു വിഭാഗം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാ. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, അത് ശിർക്കല്ല നീ സമൂഹത്തെ പഠിപ്പിച്ചാൽ അവർ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാവൂലേ? നമ്മൾ സാധാരണ നിലയിൽ ചിന്തിച്ചു നോക്കണം. ഈ സമൂഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ആയിരക്കണക്കിന് മൺമറഞ്ഞവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തിയ പ്രസ്ഥാനമാണിത്. നമ്മൾ ഓർക്കണം, ഏതൊരു പരിതസ്ഥിതിയിലാണ് ഈ പ്രസ്ഥാനത്തെ, ഈ തൗഹീദിന്റെ ഉന്നതമായ ഉച്ചകോടിയിലേക്ക് ഈ സംഘടന പിടിച്ചുയർത്തിയത്. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ തൗഹീദിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ അനുയായികളെയും കൂട്ടി ഫിറഔനിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പലായനം ചെയ്യുകയാ. പാതിരാത്രി നടന്ന് ചെങ്കടലിന്റെ മുന്നിലെത്തിപ്പെട്ടു. തൊട്ടു പിന്നിൽ ഫിറഔൻ സർവായുധ സന്നദ്ധനായിക്കൊണ്ട് ഈ ബനു ഇസ്രായേലികളിൽപ്പെട്ട മുസ്ലിമീങ്ങളെ കൊത്തി നുറുക്കാൻ വേണ്ടി, വെട്ടി നുറുക്കാൻ വേണ്ടി പുറകെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, മൂസാ നബി അലൈഹിസ്സലാം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി ഏതാ? തൊട്ടു മുന്നിൽ അലറുന്ന ചെങ്കടലാണ്, തൊട്ടു പിന്നിൽ ഊരിപ്പിടിച്ച വാളുമായി ഫറോവയും അവന്റെ സൈന്യങ്ങളും അണിനിരന്നിരിക്കുന്നു. ഈ ഭീകരമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട നിമിഷം മൂസാ നബി അലൈഹിസ്സലാം കൈക്കൊണ്ട വിശ്വാസമേതാ? ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, ഓ മൂസാ, ഇന്നാല മുദ്റകൂൻ, ഈ പാതിരാത്രി നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് ഇതാ ഞങ്ങൾ പിടിക്കപ്പെടാൻ പോകുന്നല്ലോ മൂസാ, ഇനി എന്താണ് ഞങ്ങൾക്ക് രക്ഷ? ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പഠിപ്പിച്ച വിശ്വാസം എന്താ? പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ ചെങ്കടലിനും ഫിറഔനിനും നടുവിൽ അകപ്പെട്ടപ്പോൾ, പിശാചിനും കടലിനും നടുവിൽ അകപ്പെടുക എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലാ മൂസാ നബി അലൈഹിസ്സലാം നിൽക്കുന്നത്. ആ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ മൂസാ നബി അലൈഹിസ്സലാം പകർന്നു കൊടുത്തൊരു വിശ്വാസമുണ്ടല്ലോ, കല്ലാ, നിങ്ങൾ ഭയപ്പെടണ്ട, ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൂടെയുണ്ട്, സയഹദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. ഇവിടെ നമ്മൾ കാണാത്ത കുറെ ജിന്നുകളുണ്ട്, അവര് സഹായിക്കും എന്നല്ല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. മലക്കുകൾ സഹായിക്കും, നിങ്ങൾ പേടിക്കണ്ട എന്നല്ല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. കല്ലാ ഇന്ന മഈ റബ്ബി സയഹദീൻ, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഭീകരമായ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉൾക്കൊണ്ട വിശ്വാസം എന്താ? ആ സംഭവം ഇമാം റാസിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ആ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പോലും സഹായ വാഗ്ദാനവുമായി വന്നപ്പോൾ, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വചനമേതാ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എനിക്ക് അല്ലാഹുവിന്റെ സഹായം മതി. നമ്മൾ ഓർക്കണം, അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ അകപ്പെട്ടു. സൗർ ഗുഹയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാ. സൗർ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും. ശത്രുക്കൾ പ്രവാചകനെയും അബൂബക്കറിനെയും അന്വേഷിച്ചുകൊണ്ട് സൗർ ഗുഹയുടെ പരിസരത്തെത്തി. ഗുഹയുടെ അന്തർഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശത്രുക്കളുടെ കാലടികൾ കാണാം. ആ ഗുഹയുടെ ഉള്ളിലിരുന്നു കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയചകിതനായിക്കൊണ്ട് ആലില പോലെ വിറയ്ക്കുകയാ. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ ആ രൂപത്തിലുള്ളൊരു പ്രതിസന്ധി? ഈ പ്രവാചകന്മാർ നേരിട്ടതുപോലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നേരിട്ടിട്ടുണ്ടോ? ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയചകിതനായി ആലില പോലെ വിറയ്ക്കുമ്പോൾ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിലോതിയ മന്ത്രമെന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറേ നീ ഭയപ്പെടണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ തൗഹീദിലേക്കാണ് ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിനെ പിടിച്ചുയർത്തിയത്.
ഷിർക്കിലും കുഫറിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജിന്ന് സേവയിലും ചാത്തൻ സേവയിലും കുടുങ്ങിക്കിടന്ന ഈ സമൂഹത്തെ, ഉറുക്കിലും മന്ത്രിച്ച നൂലിലും മന്ത്രിച്ച വെള്ളത്തിലും കുടുക്കി കെട്ടിയിരുന്ന ഈ സമൂഹത്തെ ഈ തൗഹീദിന്റെ ഉച്ചകോടിയിലേക്ക് പിടിച്ചുയർത്തിയ സമൂഹമാ മുജാഹിദ് പ്രസ്ഥാനം. നമ്മൾ ഓർക്കണം, ഒരു 100 കൊല്ലം വർഷം മുമ്പുള്ള ഇവിടെയുള്ള ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? തൗഹീദിന്റെ ഒരു വെളിച്ചം പോലും, നേരിയ കണിക പോലും ലഭിക്കാതെ ഷിർക്കിലും കുഫറിലും ആണ്ടുപൂണ്ട് കിടന്ന ഒരു സമൂഹം, ഷിർക്കും കുഫറും ദീനുൽ ഇസ്ലാമായി തെറ്റിദ്ധരിച്ച ഒരു സമൂഹം. ഈ സമൂഹത്തെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി അല്പാൽപമായി കൈപിടിച്ചുയർത്തി 100 വർഷം പിന്നിടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു വിഭാഗം പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിന്നുകളെ പരിചയപ്പെടുത്താനും ജിന്ന് ചികിത്സയൊക്കെ സമൂഹത്തെ പരിചയപ്പെടുത്താനും, ജിന്ന് ചികിത്സകളിലും ചാത്തൻ ചികിത്സകളിലും ഇസ്ലാമുമായി ഒരു ബന്ധമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ തൗഹീദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി മുജാഹിദുകളുടെ കൂടെ കൂടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓർക്കണം, നാടിന്റെ നാനാഭാഗത്തും ജിന്നുമമാരും ചാത്തൻ സേവക്കാരും രംഗപ്രവേശനം ചെയ്ത് അതൊക്കെ ന്യായീകരിക്കാൻ ഇവിടെയുള്ള സമസ്തയുടെയും സംസ്ഥാനയുടെയും പണ്ഡിതന്മാർ ഒരുമ്പിട്ടപ്പോൾ അത് ദീനുൽ ഇസ്ലാം അല്ല, അതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് എന്നെപ്പോലെയുള്ള 100 കണക്കിന് പണ്ഡിതന്മാർ ഈ പരിശുദ്ധമായ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പാന്താവിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോ പന്തളത്ത് എന്നവൻ പടയപ്പേടിച്ച് പന്തളത്ത് എന്നവൻ അവിടെ ചെല്ലുമ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ജിന്ന് ചികിത്സ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. നമ്മൾ ഓർത്തു നോക്കിയേ, ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന അവസ്ഥ. ഈ രൂപത്തിലുള്ള അവസ്ഥയിൽ ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്തി തൗഹീദിന്റെ ഉച്ചകോടിയിൽ എത്തിക്കുന്നതിന് വേണ്ടി സലഫി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ അനുഭവിച്ച പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഓർക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ ആനുകൂല്യങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലകളും ഒക്കെ കൈയടക്കിക്കൊണ്ട് അവർ ഏതൊരു അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമൊക്കെയാണോ ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്തിയത്, ആ അന്ധവിശ്വാസങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹമായി ഈ പ്രസ്ഥാനത്തിലെ ഒരു സമൂഹം മാറി എന്നുള്ളത് വളരെ ദയനീയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്നുള്ള വിഷയത്തിൽ സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിന് പരിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളായ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ദുആ ഇറക്കൂ, അല്ലാഹുവിനോട് മറ്റൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, എൻ്റെ ഗുരുനാഥൻ മഞ്ചേശ്വരത്ത് വെച്ചുകൊണ്ട് ഉസ്സംകുടിയിൽ വെച്ചുകൊണ്ട് ഒരു സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് ചോദിച്ച ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? മുജാഹിദ് പ്രസ്ഥാനത്തോട് ഒന്നാമത്തെ ചോദ്യം മുജാഹിദുകളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരു മുശ്രിക്കിനെ മക്കയിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നാ ചോദ്യം. അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരു മുശ്രിക്കിനെ കാണിച്ചു തരാൻ പറ്റുമോ? എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം? ഇവിടെയുള്ള സമസ്തയും സംസ്ഥാനയും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള, സമൂഹത്തിന്റെ മനസ്സിൽ കുഴിച്ചിട്ടിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഇദ്ദേഹം സലഫികളോട് ചോദിച്ച ഈ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ പിന്നെ ശിർക്ക് സംഭവിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ ശിർക്ക് സംഭവിക്കുകയില്ല. നമ്മൾ അറിയണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവം കൂടെ അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ പിന്നെ നിങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാ. ഏറ്റവും വലിയ ഗനീമത്ത് സമ്പാദിച്ചുകൊണ്ടാണ് മടങ്ങി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10,000-കണക്കിന് സഹാബാക്കളുണ്ട്. ഈ സഹാബാക്കൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഒരു വൃക്ഷം കാണുന്നു. എന്താണ് ആ വൃക്ഷത്തിന്റെ പേര്? ദാത്തുൽ അൻവാത്ത് എന്നാണ് ആ വൃക്ഷത്തിന്റെ പേര്. മുശ്രിക്കുകളായ ആളുകൾ അവരുടെ വാളുകളും കുന്തവും അമ്പുകളും ഒക്കെ തൂക്കിയിട്ടിട്ട് ബറക്കത്തെടുക്കുന്ന ഒരു വൃക്ഷമാണ്. ഈ വൃക്ഷം കണ്ടപ്പോൾ ഈ സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്
ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. ഇവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ സ്ഥാപിച്ചു തരണേ റസൂലേ. സഹാബാക്കൾ റസൂലിനോട് ചോദിക്കുകയാ. ഈ ചോദ്യം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു. ആരാ ചോദിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച സഹാബത്താ, ആ മാർഗത്തിൽ ജിഹാദിന് പോയിട്ട് മടങ്ങി വരുന്ന സഹാബത്താണ് ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹാദാ കമാ ഖാല ഖൗമു മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചതുപോലെയാണല്ലോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തെ വെച്ചിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നിൽ ഇഅ്തികാഫിരിക്കുകയാ. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബിയോട് ചോദിച്ചു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ സ്ഥാപിച്ചു തരണേ മൂസാ. നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് സഹാബത്തിൽ നിന്നുണ്ടായി ഈ ആവശ്യം, ശിർക്ക് നിറഞ്ഞ ആവശ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതിരോധിക്കുകയാണ്. സാധാരണ നിലയിൽ മുജാഹിദുകളോട് ഉന്നയിക്കുന്ന ഒരു പരാതിയാണ്, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ചെറിയ ചെറിയ ശിർക്കുകൾ സംഭവിക്കുന്ന ഞങ്ങൾക്ക് നേരെ ഓതിക്കളഞ്ഞു എന്നാ പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലോത്ത അള്ളാഹുവിൻ്റെതായി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ചില വിശേഷ ഗുണങ്ങൾ അബ്ദുൽ ഖാദർ ജീലാനിക്ക് ചാർത്തി കൊടുക്കുന്നത് പോലോത്ത അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളായി പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടികളെ വിശേഷിപ്പിക്കുന്നത് പോലോത്ത ചെറിയ ചെറിയ ശിർക്കുകൾ സംഭവിക്കുന്ന ഞങ്ങളോട് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതിക്കളഞ്ഞു. സാധാരണ മുജാഹിദുകളോട് ഉന്നയിക്കുന്ന ഒരു പരാതിയാണ്. നമ്മൾ ഓർക്കണം, സഹാബത്തിൽ നിന്ന് ദാത്തുൽ അൻവാത്ത് എന്നൊരു വൃക്ഷത്തെ പോലെ ഒരു ദാത്തുൽ അൻവാത്ത് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട സഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രതിരോധിച്ചുകൊണ്ട് ഓതിയ ആയത്തേതാ? വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചിട്ടുള്ള ആയത്ത്. നമ്മൾ ഓർക്കണം, ഇത്രയധികം ഗൗരവം അള്ളാഹുവിന്റെ പ്രവാചകൻ ശിർക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായ ഉടനെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം. ആരാണോ എന്നെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനെ തന്നെ സത്യം. ലതർകബുന്ന സുനന മൻ കാന ഖബലകും, നിങ്ങളിൽ ശിർക്ക് സംഭവിക്കും. മുൻഗാമികളുടെ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ച സമൂഹത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് അള്ളാഹുവിനെ പിടിച്ചാണയിട്ടുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏത് വിഭാഗത്തിലാ ശിർക്ക് സംഭവിക്കുന്നത്? ശിർക്കിനെതിരെ 24 മണിക്കൂറും പടപൊരുതിക്കൊണ്ടിരിക്കുന്ന, ശിർക്കിന്റെ ലാഞ്ചന എവിടെ നിന്നെങ്കിലും മുളച്ചു പൊന്തുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ പിഴുതെറിഞ്ഞു കളയുന്ന സലഫികളിലായിരിക്കില്ലല്ലോ ശിർക്ക് സംഭവിക്കുക. നമ്മൾ ഓർക്കണം, ആ അള്ളാഹുവിന്റെ പ്രവാചകന്റെ താക്കീത് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ, സത്യസന്ധമായ ആദർശങ്ങൾ, അത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യവും ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഉന്നതമായ ആദർശം അത് ബോധ്യപ്പെടാതെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ആ തെറ്റായ പ്രചാരണങ്ങളിൽ നിന്നും മടങ്ങാനും സത്യം ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എനിക്ക് അനുവദിച്ച സമയം അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.